ഹായ് ഹലോ വിവേഴ്സ്, വെൽക്കം ടു ബീനു ടിൻസ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എയർ ഫ്രയറിലേ കുറച്ച് പപ്പടം വറക്കാവുന്നോർത്തെ. അപ്പോഴേ പപ്പടം മൂത്ത് വരുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എയർ ഫ്രയറിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പപ്പടം ഞാനൊരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിനകത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ 200 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ്. 3 മിനിറ്റിൻ്റെ ആവശ്യം വരില്ല, ഒരു 2-2.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമുക്ക് പപ്പടം വറക്കുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ഒട്ടും തന്നെ എണ്ണയില്ല നമുക്ക് ചെയ്യാൻ പറ്റുമേ. അപ്പം നമുക്ക് നോക്കാവേ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു മിനിറ്റാണ് ഇനിയുള്ളത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ പപ്പടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം. ഈ പപ്പടമാണെങ്കിൽ ഇതിനകത്തിൽ ഉണ്ട് എന്നുള്ളത്, അതായത് വറുത്ത് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഇതിനകത്തിൽ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടിത്തെറി പോലെ വരും. അതായത് ഈ പോപ്കോണൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പൊട്ടിത്തെറി ഇതിനകത്തിലുണ്ടാവുമേ. അപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പോൾ അന്നേരം എയർ ഫ്രയർ ഓഫായി ഒരു 2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഇങ്ങനെ കറങ്ങുന്ന ഇതുണ്ടല്ലോ, ഓക്കെ, സൗണ്ട് വന്ന് ഇനി 1 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളേ. അപ്പം നമ്മുടെ പപ്പടം റെഡിയായോ നോക്കാം. ണ്ടോ സൗണ്ട് കേൾക്കുന്ന കണ്ടോ? നമുക്ക് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കാണിക്കാതെ. കണ്ടോ സൗണ്ട് കണ്ടോ? അതിനിപ്പം മക്കൾക്ക് കൊടുക്കാം. നല്ല അങ്ങനെ കഴിച്ച് നോക്കട്ടെ. നല്ല കേൾക്കുന്നുണ്ടോ? നമ്മളെ ഒരു ചുട്ട പപ്പടം പോലെ കേട്ടോ, ആ ഒരു ടേസ്റ്റ്. നമ്മൾ പപ്പടം ചുടത്തില്ലേ, ആ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ.